വെൽക്കം ബാക്ക് ടു മൈ ചാനൽ IV വ്ലോഗ്. ദിസ് ഡോക്ടർ ശില്പ പ്രേംകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായിൽ പുതുതായി ഓപ്പൺ ചെയ്ത സിറ്റി ലാൻഡ് മോളിലാണ്. ലൊക്കേഷൻ വരുന്നത് ദുബായ് ഗ്ലോബൽ വില്ലേജിലെ അതിന്റെ തൊട്ടടുത്തായിട്ടാണ്. നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാം. അത്യാവശ്യം വലിയൊരു മോളാണിത്. 1.2 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഫ്ലവേഴ്സ് ഒക്കെ കാണുമ്പോണ്ടോ നല്ലൊരു ഫ്രഷ് ഫീല് നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ ഒരു മോഡൽ വെച്ചിട്ടുണ്ട്. ഈ ഹോൾ മോളുടെ ഒരു മാതൃകയാണിത്. കുറച്ച് സംഭവങ്ങളെ ഓപ്പൺ ആയിട്ടുള്ളൂ, ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടില്ല. നമുക്ക് എന്തൊക്കെ ഓപ്പൺ ആയെന്ന് നോക്കാം. ഹോം ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സംഭവങ്ങൾ ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു. ശരിയാണ്, ഇൻഡോർ കുറേ സംഭവങ്ങളുണ്ട്. എനിക്ക് അതിൽ കയറണം എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ കുറേ സംഭവങ്ങൾ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇതാണ് സെൻട്രൽ പാർക്ക്. ഈ ഒരു മോളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നേച്ചർ ഇൻസ്പയർഡ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ എന്ന് വേണം പറയാൻ. അപ്പൊ മെയിൻ ആയിട്ടും ഈ ഒരു സെൻട്രൽ പാർക്കാണ് ഇവിടെ ഉള്ളത്. മോളുടെ ഉള്ളിൽ തന്നെ ഒരു പാർക്ക് എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റ് ആണ് അല്ലേ. നമുക്ക് പോയി നോക്കാം. നല്ല ഗ്രീനറി ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ടും ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഗ്രീനറി, നേച്ചർ പ്ലസ് മോൾ എന്നൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റ് ആണ്. മോളുടെ സെൻട്രലിൽ തന്നെ ഒരു ഓപ്പൺ ഗാർഡന്റെ സിറ്റുവേഷൻ, അത് നല്ലൊരു കൺസെപ്റ്റ് ആണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആവാം ഇവര് ഈ ഒരു പാർക്കിനെ സെൻട്രൽ പാർക്ക് എന്ന് പറഞ്ഞത്. എന്തായാലും നല്ല രസമുണ്ട്. ഈ ഒരു ഈവനിങ് ടൈമില് നല്ല ഭംഗിയാണ് ഇവിടേക്ക് അങ്ങനെ നടന്ന് കാണാൻ. ഇപ്പോൾ വിന്റർ സീസൺ ആവാൻ തുടങ്ങില്ല, അതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല. നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒരു വാക്കിനും അതേപോലെ ഷോപ്പിങ്ങും എല്ലാം കൂടി ഉള്ളൊരു സ്ഥലം തന്നെയാണിത്. ഇവാനതാ ഫോട്ടോനൊക്കെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം റീൽസ് എടുക്കാനും ഫോട്ടോസിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ഈ ഒരു സെൻട്രൽ പാർക്ക്. കുറേ ഉണ്ട് കേട്ടോ ഈ സെൻട്രൽ പാർക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ട്. ഓരോരോ ഫോക്കസും ഫോട്ടോന് പറ്റിയ ലൊക്കേഷൻസ് ആണ്. നല്ല ഫ്ലവേഴ്സും ഗ്രീനറി ഒക്കെ ആകുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഒരു ഫോട്ടോ സ്പോട്ട് ഉണ്ട്. ഇന്നൊരു സാറ്റർഡേ ആണെങ്കിലും വലിയ ക്രൗഡൊന്നുമില്ല. മേ ബി ഇത് പുതിയ മോൾ ആവുകൊണ്ടായിരിക്കാം, കുറേ പേർക്ക് അറിയില്ല ഓപ്പൺ ആയ കാര്യം. എന്തായാലും നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണിത്. ഗ്ലോബൽ വില്ലേജ് പോകുന്ന വഴിക്ക് തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു ലൊക്കേഷനിൽ ഇവർ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയത്. എല്ലായിടത്തും സൈൻ ബോർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. സൈൻ ബോർഡ്സ് വെച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഫുൾ കൺഫ്യൂഷൻ ആയി പോകും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഇനി നമ്മൾ മോളുടെ ഉള്ളിലേക്ക് പോവാണ്. പ്രശ്നം ഇതാണ്, എവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ് നമുക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഒരു ഫൗണ്ടൻ കാണാം. ഇതൊന്നും ഓപ്പൺ ആയില്ല. നമ്മൾ സെൻട്രൽ പാർക്കൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഉള്ളിലത്തെ വിശേഷങ്ങൾ എന്ന് നോക്കാം. അധികം ഷോപ്സ് ഒന്നും തുറന്നിട്ടില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. കുട്ടികളെ ആകർഷിക്കാൻ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഓൾറെഡി ഇവർ തുടങ്ങി വെച്ചിട്ടുണ്ട്. കണ്ടോ, ട്രാംപോലീൻ ഉണ്ട്, ചെറിയ ചെറിയ ഗെയിംസ് ഉണ്ട്. നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാൻ സോഫാസ് ഉണ്ട്. ഇഷ്ടംപോലെ സോഫാസ് ഉണ്ട് കേട്ടോ. ഹിയർ വി ഹാവ് കെയർ ഫോർ ഉണ്ട്. ഇത് കണ്ടോ, മോളുടെ ഉള്ളിൽ മൊത്തം നമുക്ക് ഈ ഒരു നേച്ചർ ഫീല് കിട്ടാൻ വേണ്ടി അവർ മാക്സിമം നോക്കിയിട്ടുണ്ട്. ഈ സോഫകളും ഒരു മെയിൻ അട്രാക്ഷൻ ആണ്. നല്ല ഭംഗിയുള്ള സോഫാസ് കുറേ സ്ഥലത്ത് ഞാൻ കണ്ടു. ഇപ്പം നമ്മൾ പോകുന്നത് കുട്ടികളുടെ മെയിൻ അട്രാക്ഷൻ നമ്മുടെ പ്ലേ ഏരിയയിലേക്കാണ്. പ്ലേ ഏരിയ ബോൾ പിറ്റ് എന്ന് ഇവാന കുറേ ആയി പറയുന്നു. അപ്പോൾ നമ്മളിവിടെ വി പ്ലേ എന്ന് പറഞ്ഞ ചിൽഡ്രൻസ് പ്ലേ ഏരിയയിലേക്കാണ് വന്നത്. നമുക്ക് നേരെ പ്ലേ ഏരിയയിലേക്ക് പോവാം. നമുക്ക് വീക്കെൻഡ്സിൽ പെർ അവർ വരുന്നത് 95 ദിറംസ് ആണ്. വീക്ക് ഡേയ്സിലാണെങ്കിൽ 70 ദിറംസ് ആണ് വരുന്നത്. 1 അവറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ 1 അവറിൻ്റെ ഒരു പാക്കേജ് എടുത്തു. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ.
കുട്ടികളുടെ കൂടെ 7 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ കൂടെ ഒരു അഡൾട്ട് എന്തായാലും അക്കമ്പനി ചെയ്യണമെന്ന് മസ്റ്റാണ്. നമുക്ക് വേറെ ചാർജസ് ഒന്നുമില്ല. വീണ്ടും ഒരു അഡൾട്ട് കൂടെ വരികയാണെങ്കിൽ അവർക്ക് 30 dirhams ആണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബോൾ പിറ്റും അതേപോലെ ഏറ്റവും നമ്പർ ഓഫ് ബോൾ പിറ്റ്സും ഉള്ളത് ഈ ഒരു പ്ലേ ഏരിയയിലാണ്. മിക്ക പ്ലേ ഏരിയയിലും 1 or 2 ഒക്കെ അല്ലേ ബോൾ പിറ്റ്സ് ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇവിടെ ഞാൻ നോക്കുമ്പോൾ 4 ബോൾ പിറ്റ്സ് ആണുള്ളത്. ബോൾ പിറ്റ് മാത്രമല്ല, വേറെ കുറേ പ്രൊജക്ടർ ഗെയിംസും അതേപോലെ ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ ഉണ്ട്. ഉള്ളിലേക്ക് നല്ല സ്പേസ് ഉണ്ട്, കുറേ ഗെയിംസ് ഉണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. 95 dirhams എന്നൊക്കെ പറയുമ്പോൾ വേണോ വേണ്ടോ എന്നൊക്കെ ആയിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷേ ടോട്ടലി വർത്ത് ഇറ്റ്. ആ ഒരു 1 hour പോയത് അറിഞ്ഞതേ ഇല്ല. ഞാനും ഇവാനേൻ്റെ കൂടെ എല്ലാ റൈഡ്സിലും കയറി. കുട്ടികൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. വെറൈറ്റി ഉണ്ട്. എല്ലാ പ്ലേ ഏരിയയിലും കാണുന്ന പോലത്തെ ആ ഒരു നോർമൽ ഗെയിംസ് ഒന്നുമല്ല. ഇവിടെ നല്ല വെറൈറ്റി കൊണ്ടുവരാൻ അവർ നോക്കിയിട്ടുണ്ട്. കുട്ടികൾ നന്നായി എൻജോയ് ചെയ്യും. ഇത് മാജിക് സാൻഡ് ആണ്, ശരിക്കുള്ള സാൻഡ് തന്നെയാണ് കേട്ടോ. നമ്മൾ കൈ കൊണ്ട് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറൊക്കെ അങ്ങനെ മാറും, എക്സ്പ്ലോഷൻ അങ്ങനെയൊക്കെ. ബോൾ പിറ്റ് തന്നെയാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. ഇത് കണ്ടോ, ഈ ഒരു ബോർഡ് ഗെയിമും ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ആ ബോളിനെ കൊണ്ട് ഹിറ്റ് ചെയ്യുമ്പോൾ ഓരോരോ പക്ഷികൾ വീഴും. ഞാനും അത് കുറേ ഇരുന്ന് കളിച്ചു. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സും അതേപോലെ ലൈറ്റും ഒക്കെ നല്ലൊരു ഫീലാണ് നമുക്ക് തരുന്നത്. ഈ ഒരു പ്ലേ ഏരിയൻ്റെ ഉള്ളിൽ തന്നെ ഇതാ അടിപൊളി ഒരു വാഷ്റൂമും ഉണ്ട്. നമുക്കും അതേപോലെ കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി അവിടെ ചപ്പൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല നീറ്റ് ആൻഡ് ടൈഡി വാഷ്റൂമാണ്. ഇതാണ് സെൻട്രൽ ബോൾ പിറ്റ് ഏരിയ. ഇതിൽ 2 വലിയ സ്ലൈഡ്സും ഉണ്ട്. ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം. Until then, stay healthy, stay safe. Thank you.